ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചക്കപ്പഴം കൊണ്ടൊരു ബോളിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഏത്തയ്ക്ക ബോളി ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നല്ല വരിക്കച്ചക്കപ്പഴം വെച്ച് ഒരു ബോളി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചക്കപ്പഴമൊക്കെ ചുമ്മാ കഴിക്കാൻ പറ്റിയല്ലാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കേ, അടിപൊളിയായിരിക്കും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ചക്കപ്പഴം കൊണ്ടുള്ള ബോളിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഏത്തയ്ക്ക ബോളിയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ നമുക്ക് ഈ ചക്കപ്പഴം കൊണ്ട് ബോളി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പഴുത്ത് അളിഞ്ഞു പോകാത്ത നല്ല വരിക്ക ചക്കപ്പഴം എടുത്തിട്ട് വേണം നമുക്ക് ബോളി ഉണ്ടാക്കാൻ. ഒരു ഈ പരുവത്തിനുള്ള ചക്കപ്പഴം കിട്ടണം. എന്നിട്ടത് ഒരു ചുള ഇങ്ങനെ രണ്ടായിട്ട് കീറി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ബോളി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ചക്കയുടെ ഒക്കെ സീസണുള്ള അപ്പോൾ ചക്കപ്പഴമൊക്കെ ചുമ്മാ കൊടുത്ത കഴിക്കില്ലാത്ത പിള്ളേർക്കും ഒക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ നമുക്ക് അതിന് ആദ്യമേ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത് മുക്കി പൊരിക്കാനായിട്ട്. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാവേ. അപ്പം ഞാനൊരു 5 സ്പൂണ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് നമ്മൾ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ആണെങ്കിലും ചേർക്കാം കേട്ടോ. കോൺഫ്ലവർ വേണം നിർബന്ധമൊന്നുമില്ല. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും ചേർക്കാം. അതിനകത്തേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് മധുരം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാ ഏത്തയ്ക്ക ബോളി ഉണ്ടാക്കാൻ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളും ഉള്ളു ഇത്രയും. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് മധുരം വേണോ ഇതിനകത്തേക്ക് ബാറ്ററിനകത്തൊരു മധുരത്തിന് വേണ്ടിയിട്ട് 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമ്മളതിനകത്തേക്ക് വേണ്ടിയവർക്ക് ഏലക്കായും ജീരകവും പൊടിച്ചത് വേണേ ഇടാം. ഞാൻ ഇച്ചിരി എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എന്ത് വേണേലും അതിനകത്ത് ഏലക്ക ജീരകവും വേണേൽ പൊടിച്ച് ചേർക്കാം. ഇതിനകത്ത് എള്ളിന് പകരം ജീരകം തന്നെ വേണേൽ ചേർക്കാം. ഇങ്ങനെ പെരുംജീരകം ചേർക്കുന്നവരുണ്ട്, എങ്ങനെ വേണേലും കുഞ്ഞു ജീരകമായിട്ട് ഇടുന്നവരുണ്ട്, എങ്ങനെ വേണേലും ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നമ്മൾ സാധാരണ ഏത്തയ്ക്ക ബോളിക്ക് കലക്കിയെടുക്കുന്ന പോലെ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. 4 മണിക്കൊക്കെ ഒരു കുഞ്ഞ് കാപ്പിയായിട്ട് ഈ ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസണിൽ നമുക്ക് ഒരു ചെറിയ കാപ്പിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സംഭവമാണ്. ചൂടോടുകൂടി ചായയും ഇതുകൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ചക്കപ്പഴം വെറുതെ തിന്നുന്നതല്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. ഒത്തിരി വെള്ളം ചാറാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കപ്പഴം വലിയ കനമുള്ള ഒത്തിരി കട്ടിയുള്ള ചുളയൊന്നുമല്ല, ഇത്രയും കട്ടിയുള്ള. അപ്പോൾ നമുക്ക് ഇച്ചിരി കോട്ടിങ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് തീരെ ലൂസാക്കരുത്. ഇച്ചിരി തിക്കായിട്ടുള്ള ബാറ്റർ വേണം ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാം നല്ലപോലെ ഒന്ന് നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവത്തിന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വറുത്തെടുക്കാനുള്ള ചട്ടി ഒന്ന് തീയാക്കാം. നമ്മൾ ചട്ടി ചൂടാകാനായിട്ട് തീയ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വറുത്തെടുക്കാനായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുറച്ചെണ്ണ മതി, ഒത്തിരി വേണ്ട. കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നും നമ്മുടെ ഈ ബാറ്ററിനകത്ത് മുക്കി നമുക്ക് നമ്മുടെ എണ്ണയ്ക്കകത്തേക്ക് വേണ്ടോ ഇങ്ങനെ മുക്കി നമ്മൾ ഏത്തയ്ക്ക ബോളി മുക്കിയെടുക്കുന്നത് തന്നെ നമ്മളിങ്ങനെ ഒന്ന് മുക്കി എണ്ണയ്ക്കകത്തേക്ക് ഇടണം. അങ്ങനെ നമുക്കത് മൊത്തം ഇങ്ങനെ ഉള്ളത് നമുക്കൊന്നിട്ട് വറുത്ത് കോരിയെടുക്കാം. തീ വലിയ ഹൈ ഫ്ലെയിമേ വെക്കണ്ട, ഒരു ലോ ഫ്ലെയിമേ വെച്ചിട്ട് ഇട്ടാൽ മതി. നമുക്കങ്ങനെ ബാക്കിയുള്ളത് മൊത്തം അതിനകത്തേക്കൊന്ന് എടുക്കാം. നമുക്കിനി എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചിടാതെ നമുക്ക് ഓരോ സൈഡ് ഒത്തിരി നേരമൊന്നും വേണ്ട, നമുക്കൊരു 2-3 മിനിറ്റ് മതി. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. മേട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ആകാശം നല്ല സോഫ്റ്റുമായിട്ട്. നമ്മുടെ ചക്കപ്പഴം നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്, അടിപൊളി. വീണ്ടും ഇത് തിരിച്ചും മറിച്ചും നമുക്ക് ആകാശമൊക്കെ ഇനി ചക്കപ്പഴത്തിന് ഇങ്ങനെ ഇരിക്കുന്ന സംഭവമൊക്കെ നമുക്ക് ഇനി വേഗാത്ത മാവൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ നല്ലപോലെ തിരിച്ചിട്ട്
സാധാ ഏത്തയ്ക്ക ബോളി തന്നെ ആ കളറിൽ ഇങ്ങോട്ട് എടുത്ത് വെച്ചാണ് ഉണ്ടാകും. നല്ല ഇതായിട്ട് തന്നെ അങ്ങനെ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള ബോളി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് എടുക്കാവേ. എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല. വേണ്ട, നമ്മുടെ ഏത്തയ്ക്ക ബോളി തോറ്റു പോകും. നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കും. ഞാനിതുപോലൊരു പാത്രത്തിനകത്ത് ടിഷ്യൂ ഒക്കെ വെച്ച ചത്തിലേക്ക് വെച്ച് ഞാനും എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടം നോക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെയൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഒത്തിരി ഇടുന്നില്ല, ഞാനൊരു 5-6 ചുള വീതം ഇടുന്നു, 6 വീതം ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഉള്ളിടത്തോളം എണ്ണ ഒത്തിരി ഒഴിച്ചിട്ടില്ല, അത്ര ഇടാണ്ട് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്കതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാവേ. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ അടിപൊളി ചക്കപ്പഴം ബോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതുണ്ടോ, നല്ല നമ്മുടെ ഏത്തയ്ക്ക ബോളി പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയാണ്. പുറത്ത് നമ്മൾ ആ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന്, പിള്ളേരൊക്കെ വീട്ടിൽ ഇരിക്കുമല്ലോ, അപ്പോൾ 4 മണിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.